അതിശക്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 ജില്ലകളിലായിരുന്നു, പിന്നീട് അത് 4 ജില്ലകളായി, പിന്നീട് അത് 6ഉം 7ഉം, പിന്നെ ഇപ്പോൾ 10 ജില്ലകളിൽ അവധി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 2 ജില്ലകളിൽ നിയന്ത്രിത അവധിയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂരിലും വയനാട്ടിലും നിയന്ത്രിത അവധിയും നിയന്ത്രിത അവധി ഉള്ളത്. കണ്ണൂരിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകൾക്കാണ് അവധി. ഇവിടെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിയന്ത്രിത അവധി എന്ന് പറയുമ്പോൾ നിശ്ചിതയിടങ്ങളിൽ മാത്രം, അതും എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയില്ല എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ആയിരിക്കും അവധി. സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രി പുറപ്പെടുവിച്ച അറിയിപ്പ് പ്രകാരം കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനുമാണ് സാധ്യത. ഈ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ ലഭിക്കാവുന്ന അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ നിയന്ത്രിത അവധിയും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരുന്നുവെങ്കിൽ പിന്നീട് പുതിയ അറിയിപ്പ് പ്രകാരം ഇന്ന് 12 ജില്ലയിലെ അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉണ്ടായത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും യെല്ലോ അലർട്ടാണ് തുടരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിലെ പ്രളയ മേഖല സന്ദർശിക്കും. ആദ്യം ആറന്മുളയിലും തുടർന്ന് റാന്നിയിലുമാണ് സന്ദർശനം. മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ ധനസഹായം പ്രഖ്യാപിച്ചേക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മഴക്കെടുതി ഏറ്റവും അധികം ബാധിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്. ആദ്യം ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. ദുരിതബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. വെള്ളക്കെട്ടും അനുബന്ധ പ്രദേശങ്ങളും പരിഹരിക്കുന്നത് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്യും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഏകോപിപ്പിക്കുന്നില്ലെന്ന ആരോപണങ്ങൾക്കിടെയാണ് വി ഡി സതീശന്റെ ദുരിതബാധിത മേഖല സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയത്തിൽ കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തുവരികയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ PSC പരീക്ഷകൾ അടക്കം മാറ്റിയിട്ടുണ്ട്. അതായത് 5, 6, 10 തീയതികൾ, ഇന്ന്, നാളെ, മറ്റന്നാൾ, പിന്നെ 10-ാം തീയതി, അതായത് 4, 5, 6, 10 തീയതികൾ നിശ്ചയിച്ച എല്ലാ ഓൺലൈൻ OMR പരീക്ഷകളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഒപ്പം കായികക്ഷമത പരീക്ഷയിലും മാറ്റമുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കായികക്ഷമതാ പരീക്ഷകൾ നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളുമായി നടത്തുന്നതായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ നിശ്ചയിച്ചിരുന്ന കായികക്ഷമത പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴ മൂലം പരീക്ഷ എഴുതാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് ഓഗസ്റ്റ് 22-ാം തീയതി നടക്കുന്ന പരീക്ഷ എഴുതാമെന്നും PSC അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 3 ദിവസത്തിനിടെ ലഭിച്ചത് സാധാരണഗതിയുടെ 3 ഇരട്ടിയിലേറെ മഴയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കേരളത്തിൽ ആകെ ലഭിച്ചത് 184.2 മില്ലിമീറ്റർ മഴയാണ്. സാധാരണയായി ലഭിക്കേണ്ടത് 55.4 മില്ലിമീറ്റർ മഴയായിരുന്നു. 14 ജില്ലകളിൽ 13 ജില്ലകളിലും 60%-ലേറെ അധിക മഴ ലഭിച്ചു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പത്തനംതിട്ടയിലാണ്. രണ്ടാമത് തിരുവനന്തപുരത്താണ്.